ഉംറയുടെ യഥാർത്ഥ ലക്ഷ്യം മുത്തുനബിയുടെ സവിധത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ. മനപ്പെട്ട സുഹൈർ ഉസ്താദ് ഉംറക്ക് മുത്തുനബിയിലേക്ക് മുത്തുനബിയുടെ ഹദർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കൊമ്പ തന്നെ പറയാം. പച്ചക്കൊമ്പ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി മാത്രമായി ഒരുപാട് കരഞ്ഞതും പറഞ്ഞതുമാണ്. ഒടുവിൽ ഇവരിന് 30-ാം തീയതി മുപ്പര് യാത്ര പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദുആ വസിയത്ത് എല്ലാവർക്കും വേണ്ടി ഞാൻ നടത്തുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദുആയിരിക്കും എന്നറിയാം, എങ്കിലും ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ 30-ാം തീയതി ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച് പോവുകയാണ്. ഉസ്താദ് പറഞ്ഞു നമ്മളൊക്കെ മദഹ് ചെല്ലുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലൊക്കെ അപ്പോഴുള്ള ആശ ഒരുപാട് ഒത്തിരി മദഹ് പാടുന്ന ആളുകളൊക്കെ മദീനത്തൊക്കെ എത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട്. ഒരുപാട് വെറുതെല്ലുമ്പോഴും മദഹ് പാട്ട് പാടുമ്പോഴും റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെന്ന് മദഹ് പാടണം, മൗലിദ് ചൊല്ലണം, വലിയൊരാഗ്രഹമാണ്, നമുക്കൊക്കെയുള്ള ആഗ്രഹം. അല്ലാഹു തആല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ. വിനീതൻ 1-2 മാസങ്ങൾക്ക് അജ്മീറിൽ പോയപ്പോൾ അജ്മീർ ഖാജാ തങ്ങൾ പാപ്പാൻ്റെ അവിടുത്തെ ദർഗയിൽ പാസ്പോർട്ട് വെച്ച് അവിടെ ഞാൻ നിയ്യത്താക്കി. ഖാജാ പാപ്പനോട് പറഞ്ഞു, ഈ വർഷം തന്നെ ഉംറക്ക് പോകണം, സിയാറത്ത് ചെയ്യണം. അവിടുത്തെ കുറേ പൈസ ഉണ്ടായിട്ടുണ്ട്, കുറേ പൈസ ഒരുപാട് ആൾക്കാർ ഹറമിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പലരും ഉംറക്ക് ഭാഗ്യം കിട്ടിയതല്ല. എന്നാലും അള്ളാഹിൻ്റെ ഒക്കെ ഒരു തൗഫീഖ്, അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2-3 മാസം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഉംറക്ക് വേണ്ടി സിയാറത്തിന് വേണ്ടി മാസം 30 പോകുമ്പോൾ നല്ലൊരു സദസ്സും കൂടി കിട്ടി. പുസ്തകങ്ങൾ പറയും, യാത്ര പറയാം എന്ന് ആ ഉദ്ദേശത്തിലാണ് സംസാരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞ് 2-ാമത്തെ വർഷത്തിലേക്കാണ്. ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഞാനിവിടെ സേവനം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തുണ്ടാവില്ല, റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. പല വിഷയങ്ങളും നല്ല പാകത്തിലൊക്കെ വന്നു പോയിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ പുറത്തു തരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താണ്. കാരണം ഉംറക്കാണ്, സിയാറത്താണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ചാരിത്രത്തുമ്പോൾ ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടാൻ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും എന്നോട് കറകളൊക്കെ വായിക്കണം, പൊരുത്തപ്പെട്ട് തരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. അല്ലാഹു തആല നമുക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ ആവേശകരമായ ദഫ് പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ മക്കളെ ദഫും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയും കാണാൻ വേണ്ടിയുമാണ് ഒരുമിച്ച് കൂടിയിരിക്കും. അല്ലാഹു ഇതുപോലെ സ്വർഗീയ ലോകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ. യാ അക്രമൽ ഖൽഖി മാലി മൻ ആലൂദു ബിഹി سواك عند حلول الحديث العميم قال يا ضيق رسول الله جاءك بي إذا الكريم تحلى باسمي منتقم مولاي صل من أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وذرتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من زلات عظمت إن الكبائر في الغفران كالأمام جل مولاي صل دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تهدي على حسب العصيان في القسم يا ربي واجعل رجائي غير منعكس لديك في غير منخرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا ما تدري
تدعوه أقبال ينتزمي وإذا لسق بصلاة منك دائمة على النبي بموت اللهم منسجمي جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والعلم والكرم ما رنحت عذابات الفاني ريح السماء وأطرب العيسى عاد في سيب النغم مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان سعد زبير طلحة وأبي عبيدة وابن عوف عشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير خلق كلهم يا رسول الله انظر حالنا يا رسول الله انظر حالنا يا رسول الله انظر حالنا പച്ചക്കുബ്ബയുടെ ചാരത്ത് ഞങ്ങൾക്കൊക്കെ എത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ. ഇതുപോലെ മുത്തുനബി തങ്ങളെ ചാരച്ചെന്ന് റഹ്മാനെ സ്വലാത്ത് ചൊല്ലാൻ സലാം പറയാൻ മദ്ഹ് പാടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.